ഒരു പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 31. രചന അവതരണം ഗായത്രി ദേവ്. അവൻ അവളുടെ മുഖം നെഞ്ചിൽ നിന്ന് ഉയർത്താൻ നോക്കി. എടി, അവൻ കുറച്ച് ഗൗരവത്തിൽ വിളിച്ചു. എനിക്ക് വിടേണ്ട. അവൾ ചിണുങ്ങി. തൻ്റെ സ്നേഹം ഏറ്റപ്പോൾ അവളുടെ കുസൃതിയും കുറുമ്പുമൊക്കെ പതുക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അവന് ബോധ്യമായി. ഓക്കെ, തനിക്കെന്നെ വിടണ്ടെങ്കിൽ വിടണ്ട. ഞാൻ ഇന്ന് നിന്റെ കൂടെ ഈ റൂമിൽ കിടന്നോളാം. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി മുഖമുയർത്തി. അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നോട്ട് തള്ളി അവൾ. അയ്യടാ, സാറ് കൊള്ളാലോ. അവൾ പിന്നോട്ട് മാറി. ആഹാ, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? അല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ച് വിടില്ല എന്ന് പറഞ്ഞതൊന്നും പ്രശ്നമല്ല അല്ലേടി? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവളുടെ മുഖം ചുവന്നു കയറി. ഇടം കണ്ണിട്ട് അവൾ അവനെ നോക്കുകയും ചെയ്തു. വാടിയുടെ, നീ ഒരു കള്ളിപ്പെണ്ണാണ്. കള്ളത്തരമൊക്കെ കയ്യിലുണ്ട്. അവൾ അടക്കി ചിരിച്ചു. വാടിയുടെ. അവൻ അവളെയും കൂട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. റോബിച്ചേട്ടൻ എവിടെ സർ? അവൻ ബാൽക്കണിയിലുണ്ട്. സൂര്യൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. റോബിൻ അവിടെ സെറ്റ് ചെയ്ത ഒരു സോഫയിൽ ചാരിയിരിക്കുകയാണ്. ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഗായത്രിയെയും കൂട്ടി സൂര്യൻ അങ്ങോട്ട് വരുന്നത് കണ്ട് റോബിൻ മുഖമുയർത്തി. മോൾ ഉറങ്ങിയില്ലേ? ഇല്ല ചേട്ടാ, ഞാനിപ്പോൾ കുളിച്ചു വന്നതേയുള്ളൂ. മോൾക്ക് നാളെ കോളേജ് ലീവല്ലേ? അതെ ചേട്ടാ, സാറ്റർഡേ ലീവാണ്. ഹോസ്റ്റലിൽ സൺഡേ ഈവനിങ് പോയാൽ മതി. അപ്പോൾ അയ്യോ, ഞാൻ നാളെ രാവിലെ പോയിക്കോളാം ചേട്ടാ. അതെന്തിനാ? 2 days ലീവ് അല്ലേ? 2 ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാൽ മതി, റോബിൻ പറഞ്ഞു. മോൾക്ക് കോളേജിലേക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ടോ? അവൻ ചോദിക്കുകയും ചെയ്തു. മൺഡേ സൂര്യൻ സർ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. എൻ്റെ ബുക്സൊക്കെ ഹോസ്റ്റലിലാണ്. അവൾ സൂര്യനെ നോക്കി. അത് സാരമില്ല, അവൻ ഇവിടെ നിന്ന് നിന്നെ പഠിപ്പിച്ചോളും. ഗായത്രി വീണ്ടും സൂര്യനെ നോക്കി. അവൻ സമ്മതം പോലെ കണ്ണു ചിമ്മി. ഒരു സൈഡ് ടേബിളിലെ ഇലക്ട്രിക് കെറ്റിലിൽ നിന്ന് റോബിൻ 3 കപ്പുകളിലായി കോഫി പകർന്നെടുത്തു. ഒരു കപ്പ് അവൻ ഗായത്രിക്ക് നേരെ നീട്ടി. അടുത്തത് അവൻ സൂര്യനും കൊടുത്തു. ഗായത്രിക്ക് ഇതൊക്കെ പുതിയ അനുഭവമാണ്. രാത്രിയിൽ ഇതുപോലെ ബാൽക്കണിയിൽ ഇരുന്ന് ആ തണുത്ത കാറ്റിൽ ഒരു ചൂട് കോഫി കഴിക്കുന്നതൊക്കെ. സാധാരണ വീട്ടിലായിരുന്നപ്പോൾ താൻ അടുക്കളയിൽ പാത്രം കഴുകുകയായിരിക്കും ഈ സമയത്ത്. ചെറിയമ്മയുടെ ശകാരം ഉയർന്നു കേൾക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർക്ക് വേണ്ട. എപ്പോഴും ശകാരിച്ചു കൊണ്ടേയിരിക്കും. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ഈറനായി. മോളെന്താ മിണ്ടാതെയിരിക്കുന്നത്? കോഫി കുടിക്കാതെ അവൾ ഇരിക്കുന്നത് കണ്ട് റോബിൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. ഒരു നൊമ്പരം തൊണ്ടയിൽ തട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഓർമ്മയിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ട്. അവൾ മിണ്ടാതെ മുഖം കുനിച്ചത് കണ്ട് സൂര്യൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഗായത്രി. അവൻ്റെ ഗൗരവത്തോടെയുള്ള വിളി കേട്ട് റോബിനും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഈറനായ കണ്ണുകൾ കണ്ട് റോബിൻ അമ്പരന്നു. എന്തിനാടി കൊച്ചി കരയുന്നത്? സൂര്യൻ കലിപ്പോടെ അവളുടെ മുഖത്ത് നോക്കുന്നുണ്ട്. ഒന്നുമില്ല ചേട്ടാ. എന്താടാ? റോബിൻ സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവളെന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞൊന്നുമില്ല ചേട്ടാ, ഗായത്രി പറഞ്ഞു. സൂര്യനെ പേടിച്ച് അവൾ മുഖം താഴ്ത്തി. സങ്കടം വരേണ്ട എന്തു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായത്? റോബിൻ ചോദിച്ചു. ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയതാ ചേട്ടാ. അവൾ മുഖം അമർത്തി തുടച്ചു. മോളെ, കഴിഞ്ഞതൊന്നും നീ ആലോചിക്കേണ്ട. ഇപ്പോൾ നിന്റെ ചുറ്റും നിന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പഴയതൊന്നും നീ ഓർക്കുകയേ വേണ്ട. ഞങ്ങൾ ആരും നിന്നെ വിട്ടുകളയുകയുമില്ല കേട്ടോ. അവൾ തലയാട്ടി. സൂര്യൻ കലിപ്പിലിരിക്കുകയാണ്. തൻ്റെ കണ്ണ് നിറഞ്ഞത് ആൾക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. മോളെ, കോഫി കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങു കേട്ടോ.
റോബിൻ പറഞ്ഞു. അവൾ തലയാട്ടി. പതുക്കെ കോഫി സിപ്പ് ചെയ്യുന്നതിനിടയിൽ അവൾ ഇടം കണ്ണിട്ട് സൂര്യനെ നോക്കി. തന്നെ നോക്കി ദേഷ്യത്തിലിരിക്കുന്നുണ്ട് ആൾ. അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇത് കണ്ട് റോബിൻ്റെ ചുണ്ടിൽ ഒരു ചിരിയൂറി. ഈ ചെറുക്കൻ പെണ്ണിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് അവൻ ഓർത്തു. കോഫി കുടിച്ചു കഴിഞ്ഞ് അവൾ കപ്പുമായി എഴുന്നേറ്റപ്പോൾ റോബിൻ അവളെ തടഞ്ഞു. ആ കപ്പ് അവിടെ വെച്ചിട്ട് മോൾ പോയിക്കോ. അവൾ അതനുസരിച്ചു. ഗുഡ് നൈറ്റ് ചേട്ടാ. ഗുഡ് നൈറ്റ് മോളെ. അവൾ സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഗുഡ് നൈറ്റ് സർ, അവൾ പതുക്കെ പറഞ്ഞു. അവൻ കനത്തിൽ മൂളി. അവൾ പതിയെ ബാൽക്കണിയിൽ നിന്ന് കയറിപ്പോയി. എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? സൂര്യൻ്റെ ചുണ്ടിൽ ഒരു ചിരി വന്നു. പാവമൊക്കെയാ, പക്ഷേ കുറച്ച് പേടിയിരിക്കുന്നത് നല്ലതാ. നീ ഒരുപാട് കൊച്ചിനെ പേടിപ്പിച്ച് ഓവറാക്കാതിരുന്നാൽ മതി. റോബിൻ സോഫയിലേക്ക് ചാരി ആകാശത്ത് നോക്കിയിരിക്കുകയാണ്. എന്താടാ? സൂര്യൻ റോബിനെ നോക്കി. നമ്മുടെ അമ്മുവിനെ പോലെ തോന്നുന്നു എനിക്കിവളെ. സൂര്യനും മൂളി. അവളുടെ ആ റോബി ചേട്ടാന്ന് വിളി കേൾക്കുമ്പോൾ എൻ്റെ അമ്മുക്കുട്ടി വിളിക്കും പോലെ. സൂര്യൻ്റെ കണ്ണുകളും കലങ്ങി. അവൾ പോയിട്ട് ഇപ്പോൾ 5 വർഷമാവുന്നു അല്ലേടാ? എൻ്റെ കുട്ടി അതിലേതോ ഒരു നക്ഷത്രമായിട്ടിരിക്കുന്നുണ്ട്. റോബി മതി പറഞ്ഞത്. സൂര്യൻ പറഞ്ഞു. എന്തോ ഗായത്രി കുട്ടിയെ കാണുമ്പോൾ അമ്മുക്കുട്ടി കൂടെയുള്ളതുപോലെ. അവളെ ഞാനൊന്ന് നാളെ പുറത്തു കൊണ്ടുപോകും കേട്ടോ സൂര്യ. അമ്മുവിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് മോളെയും ഒന്ന് കൊണ്ടുപോകണം. സൂര്യൻ സമ്മതിച്ചു. നീ എന്നാ മോൾ ഉറങ്ങിയൊന്ന് നോക്കിയിട്ട് വാ. സൂര്യൻ ഗായത്രിയുടെ റൂമിലേക്ക് പോയി. അവൻ പതിയെ ഡോറിൽ തട്ടി. മറുപടി കേൾക്കാഞ്ഞപ്പോൾ വാതിൽ ഹാൻഡിൽ ഒന്ന് താഴ്ത്തി നോക്കി. വാതിൽ തുറന്നപ്പോൾ കണ്ടത് എന്തോ ചിന്തിച്ച് ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്നവളെയാണ്. വാതിൽ തുറക്കുന്നത് കേട്ട് അവളും ഞെട്ടി എഴുന്നേറ്റു. ഉറങ്ങിയില്ലേ നീ? ഉറക്കം വന്നില്ല സർ. ഉറക്കമിളച്ച് താൻ എന്താ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നപ്പോൾ അവൾ ടെൻഷനോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സൂര്യനും ബെഡിൽ അവളുടെ അടുത്തായിരുന്നു. നാളെ റോബിൻ തന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ആക്ച്വലി ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അമ്മുക്കുട്ടി, അമല. അവളിപ്പോൾ ഞങ്ങളുടെ കൂടെയില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഞങ്ങളെ വിട്ടുപോയി. റോബിൻ്റെ ഓൺ സിസ്റ്ററായിരുന്നു. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവൾക്ക്. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് അവളെ രക്ഷിക്കാനായില്ല. തന്നെ കണ്ടപ്പോൾ കൂട്ടുകൂടിയപ്പോൾ അവന് അമ്മുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. തനിക്ക് അമ്മുവുമായി കുറച്ച് റിസംബ്ലൻസുമുണ്ട്. സംസാരവും ചിരിയുമൊക്കെ അമ്മുവിനെ പോലെ തന്നെയാണ്. അവന് തന്നെയും കൂട്ടി ഒന്ന് സിറ്റിയിലൊക്കെ പോവാൻ ആഗ്രഹമുണ്ട്. എന്നോടത് പറഞ്ഞു. അമ്മുവിനെ പറ്റി കേട്ടപ്പോൾ അവൾക്കും വിഷമമായി. റോബി ചേട്ടൻ എത്ര കെയറിംഗ് ആണ് തന്നോട്. തമാശയൊക്കെ പറയുന്നത് കണ്ടാൽ ഇങ്ങനെ ഒരു വിഷമം ചേട്ടനുണ്ടെന്ന് തോന്നില്ല. അവൻ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സൂര്യൻ അവളെ വിളിച്ചു. ഗായത്രി, താൻ ഇനി ഇത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഞങ്ങളെല്ലാവരും ആ ട്രൂത്തുമായി പൊരുത്തപ്പെട്ട് വരികയാണ്. ഞങ്ങളുടെ മനസ്സിലിപ്പോഴും അവളുടെ നിറം മങ്ങാത്ത ഓർമ്മകളാണ്. നാളെ ഹോളിഡേ അല്ലേ, ഒരു 10 മണി കഴിഞ്ഞ് പോവാം കേട്ടോ, സൂര്യൻ അവളോട് പറഞ്ഞു. അവളത് തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇനി വൈകണ്ട, കിടന്നു. സാറിൻ്റെ അമ്മ എപ്പോഴാണ് വരിക? അമ്മ മോർണിംഗ് ആവുമെടോ. അമ്മയെ ആലോചിച്ച് തനിക്ക് ടെൻഷനൊന്നും വേണ്ട. താൻ കിടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ റോബിനെയോ വിളിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. അവളുടെ കവിളിൽ ഒന്ന് തട്ടി അവൻ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തന്നെ ഇങ്ങനെ കരുതാനും സ്നേഹിക്കാനും മാത്രം യാതൊരു സവിശേഷതയും തനിക്കില്ല. പക്ഷേ ഇപ്പോൾ തന്നെ സ്നേഹിക്കാൻ കുറേ പേർ. അവൾക്ക് മനസ്സ് നിറഞ്ഞ് വീർപ്പുമുട്ടി. ഓരോന്ന് ആലോചിച്ച് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി.
രാവിലെ 7 മണിയായപ്പോൾ സൂര്യൻ്റെ അമ്മ ശ്രീദേവി വീട്ടിലെത്തി. സൂര്യൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഹാളിൽ ഗ്രീൻ ടീ സിപ്പ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഉള്ളിലേക്ക് വന്ന് വാത്സല്യത്തോടെ സോഫയിൽ ചാരിയിരിക്കുന്ന അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. എവിടെടാ കുട്ടി? മുകളിൽ റൂമിലുണ്ട്. എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു, സൂര്യൻ പറഞ്ഞു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉറങ്ങുകയായിരുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. നീ സീരിയസ് അല്ലേ സൂര്യ ഈ കാര്യത്തിൽ? യെസ് അമ്മ, സംശയമൊന്നും വേണ്ട. സംശയമുണ്ടായിട്ടല്ലടാ, അതൊരു പാവം കുട്ടിയാണ്. ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവുന്നതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഇല്ല അമ്മ, ഡാഡിക്ക് ഞാനൊരു സൂചന കൊടുത്തിട്ടുണ്ട്, ശ്രീദേവി പറഞ്ഞു. ആണോ? എന്നിട്ടെന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലടാ, നെക്സ്റ്റ് മന്ത് വന്നിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. സൂര്യനും മൂളി. എന്താ അമ്മയും മോനും കൂടി ഒരു പുന്നാരം? ചോദിച്ചുകൊണ്ട് റോബിൻ അടുക്കളയിൽ നിന്ന് 2 കപ്പ് കോഫിയുമായി ഹാളിലേക്ക് വന്നു. ഒന്ന് അവൻ ശ്രീദേവിക്ക് കൊടുത്തു, മറ്റേ കപ്പുമായി അവൻ ബീൻ ബാഗിലിരുന്നു. ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിക്കുകയായിരുന്നടാ. അവൾ മുകളിലുണ്ട് ആൻറ്റി. ഇവൻ അതിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതെങ്ങനെ ഇവനെ സഹിക്കും ആൻറ്റി എന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല, റോബിൻ പറഞ്ഞു. ഇവൻ കോളേജിൽ സാറായി സ്റ്റുഡൻസിനോട് പെരുമാറും പോലെയാണ് ഇവിടെയും അവളോട് ബിഹേവ് ചെയ്യുന്നത് ആൻറ്റി. എപ്പോഴും ഒരു മസിൽ പിടുത്തമാണ്. റോബിൻ്റെ ചിരിയോടെയുള്ള പറച്ചിൽ കേട്ട് സൂര്യൻ ദേഷിച്ചവനെ നോക്കി. എന്തായാലും നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിയെ നീ കണ്ടെത്തിയല്ലോ. ഞാൻ എത്ര പെൺകുട്ടികളുടെ കാര്യമാണ് ഇവനോട് പറഞ്ഞത്, ഒറ്റ ഒരാളെയും അവന് പിടുത്തമില്ലായിരുന്നല്ലോ, ശ്രീദേവി പറഞ്ഞു. ഇപ്പോൾ എന്തായാലും നീ നിന്റെ പെണ്ണിനെ കണ്ടെത്തിയല്ലോ, എനിക്ക് സമാധാനമായി. അവർ പുഞ്ചിരിയോടെ അവനെ നോക്കി. ഞാൻ അവളെ വിളിച്ചിട്ട് വരാം അമ്മ. അമ്മ ഫ്രഷായി വാ. അത് ഉറങ്ങിക്കോട്ടടാ, ഇപ്പോഴേ ശല്യപ്പെടുത്തേണ്ട. ഇന്ന് കോളേജൊന്നും ഇല്ലല്ലോ ആ കുട്ടിക്ക്, പാവം. അതിൻ്റെ ഫാമിലി സിറ്റുവേഷൻസിലൊന്നും അതിന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ, നീ ഇപ്പോഴേ ശല്യപ്പെടുത്താൻ പോവേണ്ട, ശ്രീദേവി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. സൂര്യൻ മൂളി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.